സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. പോരാട്ടത്തിന്റെ ചരിത്രമാണ് വനിതാ ദിനം നമ്മോട് പറയുന്നത്. ഇന്ന് മാർച്ച് 8-ന് വനിതാ ദിനം ആചരിക്കുമ്പോൾ സ്ത്രീകളുടെ ഓരോ നേട്ടവും ആഘോഷിക്കപ്പെടുകയാണ്. വനിതാ ദിനത്തിൽ താരങ്ങൾ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. മാർച്ച് 8-ന് വനിതാ ദിനമായി ആചരിക്കപ്പെടുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലൂടെ ചിന്തകളിലൂടെ സ്ത്രീകൾ എത്രത്തോളം മുന്നോട്ടു പോയി എന്ന് വ്യക്തമാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദമുയർത്താനും സ്ത്രീകൾക്കു നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ സംഘടിക്കാനും പ്രവർത്തിക്കാനും ഇന്ന് സ്ത്രീകൾ പ്രാപ്തരാണ്. പുരുഷ കേന്ദ്രീകൃതമെന്ന് വിശ്വസിച്ചിരുന്ന പല മേഖലകളിലും ഇന്ന് സ്ത്രീകൾ ഉറപ്പോടെ പ്രവർത്തിക്കുന്നു. പുരുഷന്മാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനും ഉയരങ്ങളിൽ എത്താനും സ്ത്രീകൾക്ക് സാധിക്കുന്നു. സാമൂഹികമായും സാംസ്കാരികമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായുമെല്ലാമുള്ള സ്ത്രീകളുടെ നേട്ടങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് ഈ വനിതാ ദിനം. ഇന്ന് 2019 മാർച്ച് 8 വനിതാ ദിനത്തിൽ വനിതാ ദിനം ആശംസിച്ചുകൊണ്ട് താരങ്ങൾ നിരവധി ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പമുള്ള ചിത്രമാണ് നടിയും ഫാഷൻ ഡിസൈനറുമായ പൂർണിമ പങ്കുവച്ചിരിക്കുന്നത്. തന്റെ 2 വയസ്സുകാരിയായ മകളുടെ ചിത്രം പങ്കുവച്ചാണ് ദുൽഖർ വനിതാ ദിനം ആശംസിച്ചിരിക്കുന്നത്. തന്റെ പാട്ടിന് പിന്നിലെ സ്ത്രീയെന്ന് വിശേഷിപ്പിച്ച് അഭയ ഹിരൺമയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഗോപി സുന്ദർ ആശംസ അറിയിച്ചിരിക്കുന്നത്. നടൻ ജയസൂര്യ അർദ്ധനാരീശ്വര ചിത്രം പങ്കുവച്ചപ്പോൾ തന്റെ അമ്മയും ഭാര്യയും ഒരുമിച്ചുള്ള ചിത്രമാണ് നടൻ നീരജ് പങ്കുവച്ചത്. വിജയിയായ ഒരു സ്ത്രീക്കു പിന്നിലെ ശക്തി അവൾ തന്നെയാകും എന്ന വാചകമാണ് മഞ്ജു വാര്യർ പങ്കുവച്ചത്. ഇവരെ കൂടാതെ ഭാമ, സൃന്ദ, നിവിൻ പോളി, പേളി മണി, മമത മോഹൻദാസ്, സാനിയ അയ്യപ്പൻ, അനു സിത്താര തുടങ്ങിയവരും ആശംസകളും ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. വനിതാ ദിനം ആചരിക്കുമ്പോഴും അതിനു പിന്നിലുള്ള കഥയെക്കുറിച്ച് ആർക്കും വ്യക്തമല്ല. കുറഞ്ഞ വേതനത്തിനും മോശപ്പെട്ട തൊഴിൽ സാഹചര്യത്തിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ നിശ്ചയദാർഢ്യമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയത്തിന് കാരണമായത്. 1857 മാർച്ച് 8-ന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമായത്. തുണിമില്ലുകളിൽ തൊഴിലെടുത്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ കുറഞ്ഞ ശമ്പളത്തിനും അതിദീർഘമായ തൊഴിൽ സമയത്തിനും മുതലാളിത്തത്തിനുമെതിരെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടി ആദ്യമായി ശബ്ദമുയർത്തി. ആ ശബ്ദം നൂറ്റാണ്ടുകളിലൂടെ സ്ത്രീ ശബ്ദമായി മാറി. ന്യൂയോർക്കിൽ ഉയർന്ന ഈ സമരാഗ്നി ലോകമാകെ പടർന്നു പിടിക്കാൻ അധികകാലം വേണ്ടി വന്നില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ സംഘടിക്കാനും അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്താനും തുടങ്ങി. US-ൽ 1909 ഫെബ്രുവരി 28-ന് വനിതാ ദിനം ആചരിച്ചു. 1910-ൽ കോപ്പൻഹേഗനിൽ നടന്ന സമ്മേളനത്തിൽ ലോക വനിതാ ദിനം ആചരിക്കണമെന്ന ആവശ്യമുയർന്നു. തുടർന്ന് 1911 മാർച്ച് 19-ന് ജർമ്മനിയും സ്വിറ്റ്സർലൻഡും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വനിതാ ദിനം ആചരിച്ചു. ജർമ്മനിയിലെ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി വനിതാ വിഭാഗം അധ്യക്ഷ ക്ലാര സെറ്റ്നിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്. അന്ന് 17 രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ഉയർന്നുവന്ന ആശയത്തിന് അപ്പോൾ തന്നെ അംഗീകാരം നൽകി. തൊട്ടടുത്ത വർഷം, അതായത് ഒരു നൂറ്റാണ്ട് മുൻപ് 1911 മാർച്ച് 8-ന് അന്താരാഷ്ട്ര തലത്തിൽ ഈ ദിനം വനിതാ ദിനമായി ആചരിച്ചു. 1917 മാർച്ച് 8-ന് റഷ്യയിൽ നടത്തിയ വനിതാ ദിന പ്രകടനം റഷ്യൻ വിപ്ലവത്തിന്റെ 1-ാം ഘട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. 1975-ൽ ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചു. പോരാട്ടത്തിന്റെ നൂറ്റാണ്ട് ചരിത്രമാണ് വനിതാ ദിനം പറയുന്നത്. നാം ജീവിക്കുന്ന സമൂഹം തുടർ പോരാട്ടത്തിലൂടെ ഉടച്ചു വാർക്കപ്പെടേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ സ്ത്രീകൾ, പെൺമക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും സുരക്ഷയ്ക്കായി സ്വയം ശക്തിപ്പെടേണ്ട കാലമായി എന്നാണ് ഈ ദിവസം നമ്മോട് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.